ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, ഒരു 30 മീറ്റർ ഹൈറ്റിൽ ഒരു അച്ഛനും അമ്മയും 2 ചെറിയ കുട്ടികളും ആണെങ്കിൽ അവർ ഇതിൽ മുകളിൽ പോയപ്പോഴാണ് അത് സ്ട്രക്കായിട്ട് മുകളിൽ എന്തോ ചെറിയ അതിൻ്റെ സെൻസറിന് എന്തോ കംപ്ലൈൻറ്റ് പറ്റിയിട്ടാണ് സ്ട്രക്കായിട്ട് അവിടെ നിന്ന് പോയത്. പിന്നീട് നമ്മളറിഞ്ഞപ്പോൾ നമ്മളെത്തി. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആളുണ്ടല്ലോ, അഡ്വഞ്ചർ ട്രെയിൻ അച്ചു ആണ്. നമ്മളിവിടെ വരുമ്പോഴത്തേക്കും അച്ചു ഈ റോപ്പിൽ കയറാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്തിരുന്നു. ഫയർഫോഴ്സിന് ചെയ്യാൻ അത് തന്നെ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം അച്ചുവിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ഇതാക്കിക്കൊണ്ട് അച്ചുവിനെ തന്നെ മുകളിലേക്ക് വിടുകയും തുടർന്ന് നമ്മൾ പുറകെ കയറിയിട്ട് കുട്ടികളെ നമ്മൾ എടുത്തുകൊണ്ട് വന്നു. മറ്റുള്ളവരെ സേഫ്റ്റി ഹാർനസ് ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് ഇറക്കിക്കൊണ്ടുവരികയാണ് ചെയ്തത്. സമയം ഒരു 1.5 മണിക്കൂറിന് മുമ്പാണ്. ഓക്കെ, 2:30 അതെ ആണെന്ന് തോന്നുന്നു. നമുക്ക് വിവരം കിട്ടുന്നത് ഒരു 2:30. ഇല്ല ഞങ്ങൾക്കൊരു 2:30 സബ് കളക്ടറുടെ ഓഫീസിൽ നിന്നാണ് നമുക്ക് മെസ്സേജ് കിട്ടുന്നത്. മാഡം പറഞ്ഞൊന്ന് പോയി നോക്കിയിട്ട് വാന്നും പറഞ്ഞ് വിട്ടതാണ്. കുറച്ചുകൂടി നേരത്തെ നമുക്കിത് ചെയ്യാമായിരുന്നു. പിന്നെ ഇത് ഈ പറഞ്ഞ മുകളിൽ അവര് സുരക്ഷിതമായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഒരു അപകടാവസ്ഥയെന്ന് കണക്കാക്കാൻ കഴിയില്ല അതിന്. അത് നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമല്ലേ, നമ്മുടെ പണിയല്ലേ. അതെ ശരിയാണ്, അതുണ്ടാവും. സാധാരണക്കാർക്ക് നമുക്ക് അതിന് പരിശീലനം കിട്ടിയിട്ടുണ്ട്. കുട്ടികൾ പാനിക്കായിരുന്നു, പക്ഷെ മുതിർന്ന ആളുകൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അതിനു മുമ്പ് തന്നെ ഇവരുടെ സ്റ്റാഫ് ഉണ്ടല്ലോ, ഈ കൂടെ പോയിട്ടുള്ള ഇവരുടെ സ്റ്റാഫ് ഒരു ലേഡി ഉണ്ട്, ഇവരെ പറഞ്ഞ് ഇങ്ങനെ പാനിക്കാകാതെ നിർത്തിയിരുന്നു എന്നുള്ളതാണ്. അത് സാറിന്റെ നെഞ്ചോട് ചേർത്ത് ആ കുഞ്ഞിക്കുട്ടി ഇറങ്ങി വരുമ്പോൾ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് എല്ലാവരും കൈയൊക്കെ വീശി കുട്ടിയെ ഇതാകാതിരിക്കാൻ വേണ്ടി കുട്ടിയോട് സംസാരിച്ച് കുട്ടീനെ ഇങ്ങനെ കാഴ്ചകൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അല്ലെങ്കിൽ അതെ ഓക്കെ അല്ല എന്താണെങ്കിലും വിവരം അറിഞ്ഞ ശേഷം അടിമാലി എന്നുള്ള ഫയർഫോഴ്സ് ഞങ്ങൾ മൂന്നാറിനാണ് അടിമാലി എന്നുള്ള ഫയർഫോഴ്സ് അല്ലേ? അതെ. വിനീത, എന്താണ് പ്രവർത്തിക്കുന്നതിന് ഇതിന്റെ ടെക്നീഷ്യൻ വന്നിട്ട് അതിന്റെ സെൻസറിന്റെ എന്താ കംപ്ലൈന്റ് എന്നുള്ളത് പരിഹരിച്ചെങ്കിൽ മാത്രമേ ഇതിന് പ്രവർത്തിക്കാൻ കഴിയുള്ളൂ.